കോൺഗ്രസ് നേതാക്കളിലെ അനൈക്യം അണികളെ ആശങ്കപ്പെടുത്തുന്നു. എൽ ഡി എഫിലെ ഐക്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് നേതാക്കളിൽ ഐക്യമില്ലാതെ മാറി നിൽക്കുന്നതും നേതാക്കൾ അവരുടെ വഴിക്ക് പോകുന്നു. വേറിട്ട ഭിന്ന അഭിപ്രായക്കാരുമാണ് അവരെന്നും പുറത്തു മാത്രമല്ല അസംബ്ലിയിലും ഐക്യമില്ല. അധികാരം കിട്ടിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നേതാക്കൾ നടത്തുന്ന പ്രകടനങ്ങളും പ്രവൃത്തികളും പാർട്ടിക്ക് പോലും ദോഷമുണ്ടാക്കുകയും ഈ നിലപാട് ഘടകകക്ഷികൾക്കും യു ഡി എഫിനും ദോഷമുണ്ടാക്കുന്നതായും പരക്കെ പരാതികളുണ്ട്. നേതാക്കൾ ഐക്യത്തോടെ ഒരു പാർട്ടി യോഗം നടത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെന്നാണ് അണികൾ അഭിപ്രായപ്പെടുന്നത്. നേതാക്കൾ മുഖ്യമന്ത്രി കസേര ലാക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകി വരുന്നത്. അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമെന്ന അമിത ആത്മവിശ്വാസം മനസ്സിൽ കരുതുന്നെങ്കിൽ ജനങ്ങളാണ് സുപ്രീം കോടതിയെന്നും കൂടി കാണണമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ ഗ്രൂപ്പുകളാണ് പാർട്ടിയെ ദോഷമുണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ താൻ പ്രമാണിത്ത മേധാവിത്വം കൈമുതലാക്കുന്നു. എൽ ഡി എഫിൻ്റെ ഭരണവിരുദ്ധ വികാരങ്ങളും മറ്റ് എതിർ ഘടകങ്ങളും ഒന്നിച്ചായപ്പോൾ എൽ ഡി എഫിൽ ഞെട്ടലുണ്ടാക്കിയെന്ന് ആ വീഴ്ചകൾ യു ഡി എഫിന് അഹങ്കരിക്കാനാവില്ല. ആ നിലപാട് തിരിച്ചടിക്കാനും അധികകാലം വേണ്ടിവരില്ല എന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞകാല ചരിത്രവും തുടർഭരണവും അതിൻ്റെ താക്കീതായി വേണം കാണാനെന്ന് ജനങ്ങളും വിലയിരുത്തുന്നു. പാർട്ടികളിലും പോഷക സംഘടനകളിലും പൊട്ടലും ചീറ്റലും നടക്കുന്നുണ്ട്. അതൊന്നും നിസ്സാരമായി കാണാനാകില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഘടകകക്ഷിയായ IUML-ലും യൂത്ത് കോൺഗ്രസും പാർട്ടിയിൽ അതിർത്തി പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറയായി. അതേസമയം എൽ ഡി എഫിലെ കെട്ടുറപ്പും ഐക്യവും യു ഡി എഫിനെയും ജനങ്ങളെയും അമ്പരപ്പിക്കുന്നു. എൽ ഡി എഫ് ഭരണത്തിനെതിരെ ഒരു ഘടകകക്ഷികളും കാര്യമായ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല. CPI ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും ദിവസങ്ങൾക്കുള്ളിൽ മഞ്ഞുരുകി പച്ചവെള്ളമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നതെന്നും ആരോപണം അങ്ങിങ്ങായി ഉണ്ടെങ്കിലും CPM-ലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോവിലും ഒരു എതിർപ്പും കാണുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ആരും തയ്യാറല്ല. അതേസമയം എന്തൊക്കെ സംഭവിച്ചാലും കൂട്ടത്തോടെ ഐക്യത്തോടെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് രംഗത്ത് വരും. അതുപോലെ തന്നെ DYFI SFI മുഖ്യമന്ത്രി സംരക്ഷിച്ചു വരികയും ചെയ്യുന്നു. പാർട്ടിക്ക് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവരെ അവരുടെ കേസുകളിലും ജയിലുകളിലും പരോൾ വാരിക്കോരി നൽകുന്നതിന് സുപ്രീം കോടതിയിൽ വരെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കും. അതാണ് CPM. അതൊരു ഒന്നൊന്നര പാർട്ടിയാണെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ബംഗാളിലും ഉപതെരഞ്ഞെടുപ്പിലും തൃണമൂലിന് കനത്ത വിജയം, BJPക്ക് കനത്ത തിരിച്ചടി. ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന 4ഇടത്തും വ്യക്തമായ ആധിപത്യത്തോടെ വിജയം നേടിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒപ്പം ഉറച്ചു നിന്ന മണ്ഡലങ്ങളിലാണ് തൃണമൂലിൻ്റെ വിജയം. നരേന്ദ്രമോദി പലതവണ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിട്ടും മണ്ഡലങ്ങൾ ദീദിക്കൊപ്പം നിൽക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാത്രമല്ല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ ഇന്ത്യ സൈക്യം ബംഗാളിൽ ഇല്ലെങ്കിലും ബംഗാൾ മുഖ്യമന്ത്രി തൻ്റെ ദൗത്യം നിറവേറ്റി എന്ന് വേണം കാണാൻ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 സീറ്റിലും ജയിച്ചത് മാത്രമല്ല ദീദി തകർത്ത് കളഞ്ഞു. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒപ്പം നിന്ന ശക്തി കേന്ദ്രങ്ങളെയാണ് തൃണമൂൽ തകർത്ത് ഒപ്പം നിർത്തിയത്. കോൺഗ്രസും CPM-ഉം ധാരണയിൽ മത്സരിച്ച് തകർന്നു പോയി എന്ന് വേണം കരുതാൻ. ഗൗരവ് ഗൊഗോയ് ഉപനേതാവ്, കൊടിക്കുന്നിൽ ചീഫ് വിപ്പ്. ആസാമിൽ നിന്നുള്ള MP ഗൗരവ് ഗൊഗോയിലെ കോൺഗ്രസിലെ ലോക്സഭാ ഉപനേതാവാക്കി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി നേതാവ് സോണിയാഗാന്ധി പാർട്ടി നിയമനം അറിയിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ പാർട്ടി ചീഫ് വിപ്പായി തെരഞ്ഞെടുത്തു. മാണിക്യം ടാഗോർ, കിഷൻഗഞ്ച് എന്നീ MP-മാരെ പാർട്ടി വിപ്പുമാരായി നിയമിച്ചിട്ടുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി നേരത്തെ തന്നെ
രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തിരുന്നു. തൊഴിൽ നികുതി ഒക്ടോബർ മുതൽ വൻ വർധനവ്, സർക്കാർ ഉത്തരവിറക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാനമായ തൊഴിൽ നികുതി കുത്തനെ കൂട്ടി സർക്കാർ ഉത്തരവിറക്കി. 6ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ചാണ് ഉത്തരവിനൊപ്പം എല്ലാ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും 6 മാസത്തിലൊരിക്കൽ പിരിക്കുന്ന തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ച് കൂട്ടിയ പട്ടികയുടെ സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. 6 മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ് തൊഴിൽ നികുതി ഈടാക്കുന്നത്. 6 മാസത്തെ ശമ്പളം 11,999 രൂപ വരെയുള്ളവർക്ക് തൊഴിൽ നികുതിയിൽ മാറ്റമില്ല. 12,000 മുതൽ 17,999 വരെ ശമ്പളമുള്ളവരുടെ നികുതി നിരക്ക് 120 നിന്ന് 320 രൂപയാക്കി. 18,000 മുതൽ 29,999 വരെ പുതിയ നികുതി 180 രൂപയിൽ നിന്ന് 450 രൂപയാക്കി. 30,000 മുതൽ 44,999 വരെ 300 രൂപ 600 ആകും. 45,000 മുതൽ 99,999 വരെ 450 രൂപ 750 രൂപയാക്കി. 1,00,000 മുതൽ 1,24,999 വരെയുള്ളവർക്കും 1,25,000 വരെ ഉള്ളവർക്കും നികുതിയിൽ മാറ്റമില്ല. യഥാസമയം 1,000 രൂപ 1,250 രൂപയും ആയിരിക്കും. ചാരിറ്റബിൾ സൊസൈറ്റികളുടെ ഭൂമിക്ക് ഇളവ് നൽകിയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അട്ടപ്പാടിയിൽ ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും ഫാമുകൾക്കും 15 ഏക്കറിലധികം ഭൂമി കൈവശം വയ്ക്കുന്നതിന് ഇളവ് നൽകിയിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. പുതുതായി രൂപീകരിച്ച അട്ടപ്പാടി താലൂക്ക് നിലവിൽ മണ്ണാർക്കാട് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ പരിധിയിലാണ്. ആ ബോർഡ് ഇളവ് അനുവദിച്ചിട്ടില്ലെന്ന് മന്ത്രി നിയമസഭയിൽ എൽദോസ് കുന്നപ്പള്ളി MLA യുടെ ചോദ്യത്തിന് മറുപടിയായി നൽകി.